ഓണമിങ്ങെത്തി, ഇനി പൂക്കളുടെ കാലമാണ്. തിരുവോണം വരെ വീട്ടുമുറ്റത്ത് പൂക്കളിടാൻ കൊച്ചിക്കാർക്ക് ഇനി പൂക്കൾ അന്വേഷിച്ച് അലയേണ്ടതില്ല. കുമ്പളങ്ങിയിൽ 3 യുവാക്കൾ ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ജമന്തികളുടെ പറുദീസയാണ്. കുമ്പളങ്ങിയിലെ ജമന്തി പൂ വിശേഷങ്ങളിലേക്ക് മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. കൊച്ചിയിൽ കുമ്പളങ്ങിയിൽ ജമന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. ജമന്തി പൂക്കളുടെ മനോഹരമായ പൂക്കാലം തന്നെ ഒരുക്കിയിരിക്കുകയാണ് 3 ചെറുപ്പക്കാർ. ഓണക്കാലത്ത് പൂക്കൂട് നിറയെ പൂക്കൾ വാങ്ങാനായി ഇനി മറ്റെങ്ങും പോകേണ്ട. എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയിലേക്ക് എത്തിയാൽ മതി. ടൂറിസം മേഖലയെ ആകർഷിക്കുന്ന ഇവിടത്തുകാർ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ 2 വ്യത്യസ്ത നിറത്തിലുള്ള ജമന്തി പൂക്കളാണ് വിരിയിച്ചിരിക്കുന്നത്. 3 യുവാക്കളുടെ ആശയമാണ് ഈ ജമന്തി പൂക്കളുടെ പറുദീസ. ഞങ്ങൾ ഓണത്തിനോടനുബന്ധിച്ച് പൂ കൃഷി ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് സഫലീകരിച്ചു. നല്ലൊരു രീതിയിൽ പൂ ഉണ്ടായി. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഞങ്ങൾ. കുമ്പളങ്ങിയിൽ ഒരു കാലത്ത് ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അണുകുടുംബങ്ങളൊക്കെ ചെറിയ ചെറിയ ഫ്ലോട്ടുകളായപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നും കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കുമ്പളങ്ങിയിലുണ്ട്. മഞ്ഞയും ഓറഞ്ചും ഇടകലർന്നും വർണ്ണവിസ്മയമായി ഈ പൂന്തോട്ടം കണ്ടാൽ പിന്നെ ആരും കണ്ണടിക്കില്ല. ഇതൊരു പരീക്ഷണമായിരുന്നു, പക്ഷേ വൻ വിജയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പൂഴി ഇട്ടിട്ട് തടമെടുത്ത് ചാണകം കൊടുക്കും, 2 നേരം വെള്ളം. ഇപ്പം മഴ കാരണം അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ നല്ല രീതിയിലുള്ള കൃഷി ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 65 ദിവസം കൊണ്ടാണ് ഈ തൈ വലുതായി. 65ാമത്തെ ദിവസം നല്ലൊരു പൂ ഉണ്ടായി കിട്ടി ഞങ്ങൾക്ക്. അന്യം നിന്നു പോകുന്ന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശം കൂടി ഈ യുവാക്കൾ പൂക്കൃഷിയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. പാട്ടത്തിനെടുത്ത ഈ ഭൂമിയെ ജമന്തിയുടെ ഉദ്യാനമാക്കി മാറ്റാൻ പഞ്ചായത്തും കൃഷി ഓഫീസറും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. നേരിയ വിഷം പോലുമില്ലാത്ത ഫ്രഷ് പൂക്കൾക്കായി ആവശ്യക്കാരും ഏറെയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ പച്ചക്കറി കൃഷിയാണ് ചെയ്തത്. അത്യാവശ്യം നല്ല വിളവുണ്ടായിരുന്നു. പഞ്ചായത്തും കൃഷി ഓഫീസറും ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ പ്രയത്നവും കൂടി ആയപ്പോൾ അത് നല്ലൊരു വിജയമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ കൃഷിഭവൻ വളരെ വലിയൊരു പ്രോത്സാഹനമാണ് നൽകുന്നത്. ഈ പ്രാവശ്യം ഇത്രയധികം പൂക്കളെ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ ടൂറിസം വില്ലേജ് സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ പൂപ്പാടത്തേക്ക് വരികയും ഇത് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം. എല്ലാവർക്കും ഓണത്തിൻ്റെതായ എല്ലാവിധ ഒരു സന്തോഷം ഒരുക്കിക്കൊണ്ടുള്ള ഒരു കാഴ്ച വിസ്മയം തന്നെയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനിയും ഇതിലും മനോഹരമായി മറ്റ് കൃഷികൾ ചെയ്യണമെന്നുള്ള സാദിഖിന്റെയും ബിജുക്കുട്ടന്റെയും ലിജിമോന്റെയും ആഗ്രഹം എത്രയും വേഗം സഫലമാകട്ടെ. അടുത്ത കാലങ്ങളിൽ ഇതിപ്പോൾ ഒരു 20 സെന്റോളം ഉള്ളൂ. ഇനി ഇതിലും വലിയ സ്ഥലങ്ങളിൽ ചെയ്യണമെന്നാണ് സാദിഖിന്റെയും ബിജുവിന്റെയും എൻ്റെ ആഗ്രഹം. തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് മാത്രമേ കേരളത്തിൽ പൂക്കളം ഒരുക്കൂ എന്ന് പറയാനായിട്ട് ഇനി സാധിക്കില്ല. ഇവിടെ കുമ്പളങ്ങിയിൽ, കൊച്ചിയിൽ തന്നെ പൂക്കളം ഒരുക്കുവാനായി അനേകം പൂക്കാലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ വിരിയുവാനുള്ള പൂമൊട്ടുകൾ തയ്യാറാണ്. കോവിഡ് കഴിഞ്ഞപ്പോൾ മുതൽ കേരളത്തിലെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ യുവാക്കളുടെ കൂട്ടായ്മ കൃഷി ചെയ്യുവാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഇതാണ് മലയാളിയുടെ പ്രത്യേകത. മലയാളിക്ക് വേണ്ടി മലയാളി തന്നെ ഒരുക്കുന്ന പൂക്കാലം. ക്യാമറമാൻ ലിജൻ ജെയിംസിനൊപ്പം കൊച്ചിയിൽ നിന്നും റിഡ്ജൻ റബല്ലോ. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.